മുല്ലപ്പെരിയാർ ഡാം കേസ് തീർന്നു. ഒരു സർക്കാർ അങ്ങനെ വന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് പിന്നെ റോളില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ തകർച്ച എന്ന് പറയുന്നത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് 130 വർഷത്തെ ചെളിയും ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ച കരിങ്കല്ലും എല്ലാം കൂടിയുള്ള ഒരു പതനമായിരിക്കും. താഴോട്ട് പതിക്കുക, ഒഴുകി വരാല്ല. നമ്മളെ കാണിച്ചു തന്നു. എവിടെ? മുണ്ടക്കയിൽ കാണിച്ചെന്ന്. ഒഴുകിയാണോ വന്നത്? ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞു വന്ന് വീടുണ്ടോ, ജനങ്ങളുണ്ടോ, എല്ലാം അപ്രത്യക്ഷമായ പ്രദേശത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മാറി. നമ്മളെ കാണിച്ചു തരുന്ന എന്തിനാണ്? ഇതാണ് സംഭവം എന്ന് കാണിച്ചു തരാണ് നമ്മളെ. ഇനിയും നിങ്ങൾ ബോധമുള്ളവരാകുക എന്നാണ് പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയണേ. മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊടൈക്കനാൽ ഭ്രംശമേഖല മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല. കാരണം അന്ന് പെനിക്കൊക്കെ പണിയുമ്പോൾ, ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ടെക്നോളജി ഇല്ല. അദ്ദേഹം ഒരു നോട്ടത്തിലൊക്കെ നോക്കി ഒരുമാതിരി നല്ല സ്ഥലം തോന്നിയോടത്ത് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഇന്ന് അവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലം ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. കാരണം അവിടെ ഒരു ഡാം പണിയാൻ യോജിച്ച ഒരു സ്ഥലമല്ല. പിന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് 200 കിലോമീറ്റർ ചുറ്റളവിൽ 22 ഭ്രംശ മേഖലകളിൽ എപ്പിസെൻറ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. സീസ്മിക് സോണിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ കേരളത്തിൽ 3.4 വരെ ഭൂകമ്പങ്ങൾ എത്തി. അതൊരു 4+ വരുന്ന ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിലുണ്ടായാൽ ഡാം തകരും. ഡാമിൻ്റെ തകർച്ച എന്ന് പറയുന്നത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് 130 വർഷത്തെ ചെളിയും ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ച കരിങ്കല്ലും എല്ലാം കൂടിയുള്ള ഒരു പതനമായിരിക്കും. താഴോട്ട് പതിക്കുക, ഒഴുകി വരാല്ല. നമ്മളെ കാണിച്ചു തന്നു. എവിടെ? മുണ്ടക്കയിൽ കാണിച്ചെന്ന്. ഒഴുകിയാണോ വന്നത്? ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞു വന്ന് വീടുണ്ടോ, ജനങ്ങളുണ്ടോ, എല്ലാം അപ്രത്യക്ഷമായ പ്രദേശത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മാറി. നമ്മളെ കാണിച്ചു തരുന്ന എന്തിനാണ്? ഇതാണ് സംഭവം എന്ന് കാണിച്ചു തരാണ് നമ്മളെ. ഇനിയും നിങ്ങൾ ബോധമുള്ളവരാകുക എന്നാണ് പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയണേ. നിങ്ങളൊന്ന് നോക്ക്, മുണ്ടക്കയിലേക്ക് കണ്ണ് തുറന്ന് നോക്ക്. ആ പാറ കഷ്ണങ്ങൾ എങ്ങനെയാ വന്നത്? ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞാ വന്നത്. ഒരു കൈ ഒടിഞ്ഞിട്ട് 1 കിലോമീറ്റർ അകലെന്നാ കൈ കിട്ടിയത്. കാലൊടിഞ്ഞിട്ട് 1 കിലോമീറ്റർ അകലെന്നാ കൈ കിട്ടിയത്. മനുഷ്യൻ്റെ ശരീരം പിച്ച് ചീന്തി കളഞ്ഞില്ലേ പ്രകൃതി? ഇതെന്തിനാ നമുക്ക് കാണിച്ചത്? നമുക്ക് പാഠമാവാനാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ ഇതാണ്. സീസ്മിക് സോണിലാണ്. 130 വർഷത്തെ പഴക്കം. ഈ സുർക്കി ജലവുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ആസിഡ് കല്ലുകളെ ദ്രവിപ്പിച്ചിരിക്കുന്നു. സുർക്കി തന്നെ ഒഴുകി വലിയ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് മനസ്സിലാകാതെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ക്യാപ്പിംഗ് കൊടുത്തുകൊണ്ട് ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞു വളഞ്ഞിരിക്കുന്നു. കേബിൾ ആങ്കറിങ് നടത്തിയത് വിജയിച്ചിട്ടില്ല. ആകെപ്പാടെ വിജയിച്ചത് പുറത്ത് സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് സുന്ദരമാക്കിയത് മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയും. ഇതുവരെ പഠിച്ച ശാസ്ത്രജ്ഞർ പറയുന്നു. IIT റൂർക്കി പറയുന്നു, IIT ഡൽഹി പറയുന്നു, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പറയുന്നു, ഐക്യരാഷ്ട്രസഭയുടെ അക്കാഡമിക് വിങ് പറയുന്നു, കേരള ഗവൺമെൻറ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതി പറയുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയും വെളിവ് വരണം. ഇനിയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വെളിവ് വരണം. അല്ലെങ്കിൽ എ ടോട്ടൽ ഡിസ്ട്രക്ഷൻ, എ കംപ്ലീറ്റ് അനിഹിലേഷൻ, അതാണ് സംഭവിക്കുക. ഇത് ജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജില്ലകളാണ്, തമിഴ്നാട്ടിലെ ജില്ലയല്ല. തമിഴ്നാട്ടിലെ ഈ 5 ജില്ലകൾക്ക് ഇതിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട്. അതിൽ 2 ജില്ല ചേർത്ത് വെച്ചാൽ കേരളമായി. കേരളം 38,861 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അതിൻ്റെ ഒരു വശത്ത് സഹ്യപർവ്വതം, മറുവശത്ത് കടലുമാണ്. ഇത് കേരളം ആസ് എ ഹോൾ മുഴുവനായി തന്നെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയാണ്. ഇവിടെയാണ് 84 ഡാംസ് പണിതു വച്ചിരിക്കുന്നു. ഇനിയും ഡാംസുകൾ പണിയാൻ പോകുന്നു.
കോറികൾക്ക് പെർമിറ്റ് കൊടുത്ത് കുഴിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ വേറിട്ട് കാണരുത്. കാരണം കേരളം എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള സ്ഥലമാണ്. വെറും അങ്ങനെ മാത്രം കണക്കാക്കാനും പറ്റില്ല. ഒരു വശത്ത് സഹ്യപർവ്വതം, ഒരു വശത്ത് കടൽ. അപ്പോൾ എക്കോളജിക്കലി വെരി സെൻസിറ്റീവ് ഏരിയ, അതാണ് കേരളം. അപ്പം മുല്ലപ്പെരിയാർ ഡാം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വെള്ളത്തിനടിയിലാക്കി. സകല ജീവിവർഗങ്ങളും നശിച്ച് അവിടെയുള്ള സകലതും വെള്ളത്തിനടിയിലായി. അതിന് തൊട്ട് താഴെ ഇടുക്കി ഡാമുണ്ട്. ഇടുക്കി ഡാം 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഇതുപോലെ തന്നെ വെള്ളത്തിലാക്കി. ഈ വെള്ളത്തിന് മർദ്ദം ഉണ്ട് എന്നുള്ളത് ആരും വിസ്മരിക്കണ്ട. 1 കിലോ ഒരു ലിറ്റർ വെള്ളത്തിന് 1 കിലോ എങ്കിലും തൂക്കം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ ഈ മർദ്ദമുണ്ട്. ഈ മർദ്ദം ഭൂമി താങ്ങൂ? ആർക്ക് പറയാൻ പറ്റും? നമുക്ക് സയൻസ് ഒന്നും പഠിക്കണ്ട. ഈ ജലമർദ്ദം ഭൂമി താങ്ങൂ? ഏത് കുട്ടിക്കും പറയാൻ പറ്റും, താങ്ങില്ല. അപ്പോൾ ഈ വർദ്ധിച്ച നമ്മുടെ മേൽമണ്ണുണ്ട്, അതിൻ്റെ താഴെ ലെയേഴ്സ് ഓഫ് റോക്സ് ഉണ്ട്, പാറയുടെ അടുക്കളുണ്ട്. ഈ മർദ്ദം മുഴുവനും വന്ന് പാറയുടെ അടുക്കിലേക്കാണ് ഈ മർദ്ദത്തിൻ്റെ ശക്തി വന്ന് ചേരുന്നത്. അപ്പോൾ പാറകൾ തെന്നി മാറാൻ തുടങ്ങും. അതങ്ങനെ തെന്നി മാറി തമിഴ്നാട് വരെ പോയിട്ടുണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയണത്. അപ്പോൾ എല്ലാ ഡാമിൻ്റെ അടിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 84 ഡാംസ് ഉണ്ട് ചെറിയ കേരളത്തിൽ. ഇപ്പോൾ ഏതാണ്ട് ഒരു 9 എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അറിവ്. അപ്പം ഈ ജലമർദ്ദം കാരണം ഈ ഭൂമിയുടെ അടിത്തറ തകർന്നിട്ട് ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്. 2011 22 ചലനങ്ങളുണ്ടായി. റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് 2 കാണിച്ചു. അത് കൂടി വന്ന് ഇപ്പോൾ 3.4 ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പം, വലിയൊരു ഭൂകമ്പം ഉണ്ടാകാം. എറണാകുളത്ത് എപ്പിസെൻ്ററുണ്ട്. വലിയൊരു ഭൂകമ്പം ഉണ്ടാകാം. അതും റിക്ടർ സ്കെയിലിൽ 7+ വരുന്നൊരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയിലേക്ക് നമ്മുടെ നാട് മാറി. ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത്ക്വേക്സ് എന്ന് പറയും. ഡാമുകൾ കാരണം ഉണ്ടായ ഭൂകമ്പ സാധ്യത. അപ്പം ഈ 2011 തുടങ്ങിയ ഭൂകമ്പം ഇങ്ങനെ കൂടി വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? 3.4 നിൽക്കില്ല, വീണ്ടും കൂടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല, നമ്മൾ അവിടെ കൊണ്ടുപോയി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഏത് ഡാമും, കേരളത്തിൻ്റെ ഏത് ഡാമും തകരാം. ഇപ്പം മുണ്ടക്കയിൽ ചൂരൽമലയിലുമൊക്കെ ഒരു ഡാം തകർന്നതുപോലെയുള്ള അനുഭവം നമുക്കുണ്ടായി. അതിൻ്റെ കാരണമായിട്ട് വനനശീകരണം പറയുന്നുണ്ട്. ആ പ്രദേശത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് പറയുന്നുണ്ട്. ക്ലൗഡ് ബേസ്റ്റിംഗ് പറയുന്നുണ്ട്. വർദ്ധിച്ച മഴ അത് പറയുന്നുണ്ട്. ഭൂകമ്പ സാധ്യതയുള്ള സീസ്മിക് സോണിലാണ് കേരളം മൊത്തത്തിൽ നിന്നുള്ളത്, അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ പിന്നെ ആർക്ക് ഈ പ്രകൃതിയെ നശിപ്പിച്ച് ഇതുപോലെ ആക്കി വെച്ചതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ്. ഈ ഡാംസ് ഇങ്ങനെ പണിത് വയ്ക്കുന്നത് എന്തിനാണ്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കിടെ മനസ്സിൽ ഞാനിത് പറയുമ്പോൾ ഡാംസ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഈ ഡാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് 22% ഇലക്ട്രിസിറ്റിയെ കിട്ടുന്നുള്ളൂ. 78% വലിയ തുക കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ്. പിന്നെ എന്തിനാണ് ഈ 22% ഇത്രയും ഡാംസും? ആ ഡാം സംരക്ഷിക്കാൻ വേണ്ടി കുറേ ഉദ്യോഗസ്ഥ വലയും ഖജനാവിൽ നിന്ന് പൈസ കൊടുത്തിട്ട് എന്തിനാണ്? അവരെയൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റി നിയമിച്ചുകൊണ്ട് ഇതൊക്കെ നിർത്തണം. ഈ പരിപാടിയൊക്കെ KSEB കൊണ്ട് നമുക്കെന്താ ലാഭം? നമുക്ക് KSEB എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു ബാധ്യതയാണ്. കേരളത്തിൻ്റെ ഖജനാവ് ശൂന്യമാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് KSEB. പുറത്തുനിന്ന് വലിയ തുക കൊടുത്തിട്ട് ഒരു 5 വർഷം മുമ്പ് KSEBയുടെ കണക്കിൽ അവർ തന്നെ വർഷാവർഷം പുറത്തുവിടുന്ന കണക്കായി പറയുന്നു. 5000 കോടിയുടെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നു. ഇപ്പോൾ 13,000 കോടിയുടെ ഇലക്ട്രിസിറ്റി വാങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും ഡാംസ് ഉണ്ടായിട്ട്.
ഇത്രയും ഡാംസ് ഉണ്ടായി പ്രകൃതിയെ നശിപ്പിച്ച് അതിനോടൊപ്പം തന്നെ 5000 കോടിയോളം പെർമിറ്റ് കൊടുത്ത് കുഴിച്ച് നമ്മൾ എയർപോർട്ടിൽ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ വട്ടമിട്ട് കറങ്ങും. എത്ര കോറിയ കാണുന്നതെന്നറിയോ? അപ്പോൾ കേരളം മുഴുവനും കുഴിച്ച് വെച്ച് പരിസ്ഥിതിയെ മൊത്തം തകർത്ത് കഴിഞ്ഞാൽ പ്രകൃതി എന്ത് ചെയ്യും? ഇത് പുനഃസ്ഥാപിക്കണം. പ്രകൃതിക്കൊരു താളമുണ്ട്, ലയമുണ്ട്. മനസ്സിലായോ? പാടങ്ങളായ പാടങ്ങൾ നികത്തി വലിയ കോൺക്രീറ്റ് സൗധങ്ങൾ പണിത് വെച്ച് എല്ലാ മാലിന്യങ്ങളും കുടിവെള്ളത്തിലേക്ക് കലർത്തി അത് കുടിക്കുന്ന ജനം, അതൊരു ബോധമില്ലാത്ത ജനമാണ്. കേരളത്തിൽ പെരിയാറിലേക്കാണ് സമസ്ത ഇൻഡസ്ട്രിയൽ വേസ്റ്റും വരുന്നത്, സമസ്ത ഹോസ്പിറ്റൽ വേസ്റ്റും വരുന്നത്, സകല മുനിസിപ്പൽ വേസ്റ്റും വരുന്നത്. ആ വെള്ളമല്ലേ നമ്മൾ കോരി കുടിക്കുന്നത്? അല്ലേ? വിഷജലം, വിഷഭക്ഷണം, വിഷവായു, നമ്മുടെ ആരോഗ്യം തകർന്നു, സകലതും തകർന്നു. ഇത് പ്രകൃതി മാറ്റിക്കളയും. നമ്മുടെ ആരോഗ്യം തകർന്നാൽ മരണമാണ് അത് അവസാനിപ്പിക്കുന്നത്. പ്രകൃതിയുടെ ആരോഗ്യം തകർന്നാൽ പ്രകൃതി മരിക്കാൻ തയ്യാറല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രകൃതി ഒരിക്കലും മരിക്കാൻ തയ്യാറല്ല. ആരാണോ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്തത് അവരെ മാറ്റിക്കളയും. കേരളത്തിന് അതിന് പാകമായി, എല്ലാം കൊണ്ടും പാകമായി. ഒരു മഴ പെയ്താൽ മതിയോ ഡാമുകളോ? ഒരു രാത്രി ഒരു ക്ലൗഡ് മേഘവിസ്ഫോടനം ഉണ്ടായാൽ, മഴയല്ലല്ലോ, വെള്ളം മുകളിൽ നിന്ന് വീഴല്ലേ, ഏത് ഡാമാണ് തകരാതിരിക്കുന്നത്? ഒരു ചെറിയ ട്രമർ ഉണ്ടായാൽ, ഒരു ചെറിയ എർത്ത് ഉണ്ടായാൽ ഏത് ഡാമാണ് തകരാതിരിക്കുന്നത്? അതുകൊണ്ട് പ്രകൃതി അതിൻ്റെ രൂപവും ഭാവവും വീണ്ടെടുക്കും. നമുക്കൊരു കേരളം ഉണ്ടായിരുന്നു, 44 നദികളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ജലം, മത്സ്യസമ്പത്തും മറ്റു പക്ഷിസമ്പത്തും സകല മൃഗസമ്പത്തും ഉണ്ടായ സംസ്ഥാനം, സമൃദ്ധമായ കാർഷിക വൃത്തിയിൽ ഉണ്ടായിരുന്ന സംസ്ഥാനം, എല്ലാ റിസോഴ്സസും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഭരണകൂടം ഇന്ന് റിസോഴ്സസ് ജനങ്ങൾക്ക് വേണ്ടിയാണോ? കല്ല്, ഇവിടെ എല്ലാം കുഴിച്ച് കല്ലെടുക്കുന്നു, ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത്. ഇത് ഖജനാവിൽ വരുന്നോ ഇതിൻ്റെ പ്രോഫിറ്റ്? ഈ പ്രോഫിറ്റ് ജനങ്ങളിലേക്ക് വരുന്നോ? ഇല്ലല്ലോ. കരിമണൽ, അത് മാത്രം മതി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യ കേരളമാകാൻ. ജനങ്ങളിലേക്ക് വരുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ സമ്പത്ത് ആര് കൈയടക്കി വച്ചിരിക്കുന്നു, ആര് ഉപയോഗിക്കുന്നു, ആരാണ് അഭിനവ ജന്മിമാർ എന്ന് എന്നെ കേൾക്കുന്ന, ഈ ചാനലിനെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. ഇവിടെ നമ്മുടെ യുവാക്കൾ കഷ്ടപ്പാട് നിറഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയി അടിമപ്പണി ചെയ്യുന്നു. ഗൾഫിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ട് ഈ കരിമണൽ കുറേശ്ശെ എടുത്തിട്ട്, ഇപ്പോൾ 1 കിലോ കരിമണൽ ഷോറിൽ നിന്ന് എടുത്താൽ അത്രയും കരിമണൽ അതേ ദിവസം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. പ്രകൃതിയെ നോവിക്കാതെ കുറേശ്ശെ എടുത്ത് അതിൻ്റെ ഒരു വരുമാനം ഖജനാവിലേക്ക് വന്നാൽ ഇതൊരു സമ്പന്നമായ, ഇന്ത്യയിൽ തന്നെ, ലോകത്തിൽ തന്നെ സമ്പന്നമായ ഒരു പ്രവിശ്യയായിട്ട് മാറും. നിങ്ങൾ ആലോചിക്കും, നമ്മുടെ കഷ്ടപ്പാടിന്, ദുരിതത്തിന്, അവസാനം ഡാമുകൾ തകർന്നുള്ള മരണത്തിന് കാരണക്കാരാരാണ്? നിങ്ങൾ ചിന്തിച്ച്. ഞാൻ ഏറെ പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കണമല്ലോ. കരാറിൻ്റെ സാധുതയെക്കുറിച്ച് ചർച്ച സുപ്രീം കോടതിയിൽ ചെയ്താൽ അടുത്ത 10 കൊല്ലം ചർച്ച ചെയ്താലും തീരത്തില്ല. ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുന്ന, കേരളവും തമിഴ്നാടുമായിട്ട് നടക്കുന്ന പൊറോട്ട് നാടകത്തിൻ്റെ റിസൾട്ട് അതാണ്. ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. പുതിയ ഡാം പണിയണമെന്ന് പറഞ്ഞു വന്നാൽ അതിൻ്റെ ഫീസിബിലിറ്റി, അതിൻ്റെ എൻവയറമെൻ്റൽ ക്ലിയറൻസ്, ഇതെല്ലാം കിട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം തീർന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞത്, ഇന്ത്യയിലൊരു സയൻസ് ഇല്ല, റിലയബിലിറ്റി സയൻസ് ഇല്ല. എത്രമാത്രം റിലയബിളാണ് ഡാമുകൾ, എത്രമാത്രം റിലയബിളാണ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാനായിട്ട് ലോകത്തിലുള്ള ശാസ്ത്ര ശാഖയാണ് റിലയബിലിറ്റി സയൻസ്. അവർ വന്ന് പരിശോധിക്കണം. അപ്പോൾ എവിടെ നിന്ന് വരും? ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സയൻസോ യൂണിവേഴ്സിറ്റിയോ ഒരു ശാസ്ത്ര ശാഖയോ ഇല്ല. ഞാൻ പറയുന്ന കേട്ടാണ് ഇങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടെന്ന് ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാനഡയിലെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, അതുപോലെ തന്നെ US ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.
ഇവർ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം. മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്ന ഏക വിദഗ്ധ ഏജൻസി ആയിരിക്കും അത്. പരിശോധിച്ച് എന്ന് വരെ നിൽക്കും, ഈ ഡാം എന്ന് വരെ നിൽക്കും, ഡാമിൻ്റെ കരാർ പ്രകാരം 999 വർഷം നിൽക്കാം, അത്രയും നാൾ നിൽക്കുമോ അവർ പറയട്ടെ. ആ ഡേറ്റ് ഡാം എന്ന് നിർവീര്യമാക്കാൻ പറ്റും, എന്ന് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റും, ആ ഡേറ്റ് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ പറയണം എന്ന് പറഞ്ഞാണ് ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെങ്കിൽ എന്തു ചെയ്യണം? എൻ്റെ കേസിനെ സുപ്രീം കോടതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരു അഫിഡവിറ്റ് ഇടണം, ഒരു സത്യവാങ്മൂലം ഇടണം. ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളൊന്നും ഡാം പരിശോധിക്കുന്നതിൽ കേരള സർക്കാരിന് വിരോധമില്ല, അതിൻ്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചു കൊള്ളാം. എന്തുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് കേരള സർക്കാർ ഇത് ചെയ്തില്ല എന്ന് എന്നെ കേൾക്കുന്ന ജനങ്ങൾ ചിന്തിക്കണം. 140 MLA-മാർ ഇല്ലാതിരുന്നിട്ടാണോ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടില്ലേ? ഇനി എൻ്റെ കേസിലാണ് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ എതിർകക്ഷിയായിട്ട് വരുന്നത്. കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൊറോട്ട നാടകം നടത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ കക്ഷിയല്ല. ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ 1ാം എതിർകക്ഷിയാക്കി കേസ് കൊടുത്തു. അപ്പോൾ നമ്മുടെ MP-മാരുണ്ട് പാർലമെൻറ്റിൽ 20 എണ്ണം, രാജ്യസഭയിലുണ്ട്. ഇവരാരെങ്കിലും പാർലമെൻറ്റിൽ പറഞ്ഞോ റസൽ ജോയിയുടെ കേസിനെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കണമെന്ന്? കേരളത്തിലെ MP-മാരാണ് 3.5 കോടി ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് ആവശ്യം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വരുമോ? അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 100 കൂട്ടം കാര്യങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഈ വിഷയം വരുമോ? ഒരു MP പോലും അതിന് തയ്യാറാകാത്തത് എന്താണ്? 20 MP-മാർ ലോകസഭയിലും അതിലേറെ അതിനോട് രാജ്യസഭയിലും കുറേ MP-മാരുണ്ട്. ഇവരാരും എന്താ തയ്യാറാകാത്തത്? ഇവർക്കാർക്കും കേരളം വേണ്ടേ? നമ്മുടെ ജീവൻ ഇവരൊരു പ്രസക്തിയും കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവൻ അപകടത്തിലാക്കിയിട്ട് എങ്ങനെ ഇവർക്ക് പാർലമെൻറ്റിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നു? ജനങ്ങളുടെ ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്നു? ജനങ്ങളുടെ നികുതി പണം ശമ്പളമായിട്ട് വാങ്ങിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഒരു ഉളുപ്പുമില്ലാണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വന്ന് പറയുകയാണ്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കട്ടെ. സദേൺ നേവൽ കമാൻഡ് ഇതിൻ്റെ അടിയിലുണ്ട്, എയർപോർട്ട് ഇതിൻ്റെ അടിയിലുണ്ട്, നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഇതിൻ്റെ അടിയിലുണ്ട്, സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇതിൻ്റെ അടിയിലുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വന്ന് സുപ്രീം കോടതിയിൽ പറയട്ടെ, ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം. അവരെക്കാൾ വലിയ ഒരു ഏജൻസി ലോകത്ത് തന്നെ ഇല്ല ഡാം പരിശോധിക്കാൻ. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന പോലെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല. അവിടെ സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ പല എഞ്ചിനീയറിംഗ് ശാസ്ത്ര ശാഖകളിലും പ്രാവീണ്യമുള്ളവർ വേണം. അത്തരമൊരു സെറ്റപ്പ് ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഡാം എഞ്ചിനീയറിംഗ് ഇല്ല, റിലയബിലിറ്റി സയൻസ് ഇല്ല, അത് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇല്ല, പഠിച്ച ആളുകളുമില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എന്താണ് പറയേണ്ടത്? ഞങ്ങൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിനെ പിന്തുണയ്ക്കുന്നു. റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഒന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കട്ടെ. അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ ഡാം കേസ് തീർന്നു. ഒരു സർക്കാർ അങ്ങനെ വന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് പിന്നെ റോളില്ല. സർക്കാർ എന്താണോ പറഞ്ഞത് അത് അംഗീകരിച്ച് ഉത്തരവ് പാസ്സാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര സിമ്പിളാക്കി, ഗഹനമായൊരു വിഷയത്തെ ഞാൻ അത്ര സിമ്പിളാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8-ാം തീയതി സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സുപ്രീം കോടതി റീഓപ്പൺ ചെയ്ത സമയത്ത് സകല പ്രോട്ടോകോൾസും സകല സുപ്രീം കോടതി റൂൾസ് ഓഫ് പ്രാക്ടീസും ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ മുമ്പാകെ ഇടിച്ചു കയറി പറഞ്ഞു എന്ന് വേണം പറയാൻ. ഞാൻ പോയി പറഞ്ഞതാണ്. കാരണം ദ നീഡി ആസ് നോ പ്രൊപ്പറേറ്റി, ആവശ്യക്കാരന് ഔചിത്യമില്ല, കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കില്ല. എൻ്റെ ആവശ്യം ന്യായമാണെന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മനസ്സിലാക്കി. അതുകൊണ്ട്
സുപ്രീം കോടതിയുടെ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഫോളോ ചെയ്തില്ല എന്നുള്ള ടെക്നിക്കൽ റീസൺ ഒന്നും പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. കേസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലിസ്റ്റിലിടാൻ പറഞ്ഞു. ഒരു കോർട്ട് ഓഫീസറെ എന്നെ സഹായിക്കാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. അത്ര വലിയ കാരുണ്യമാണ് കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോർട്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ശ്രീ DY ചന്ദ്രചൂഡ് വഴി ചെയ്തത്. അപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരമൊരു അഫിഡവിറ്റ് ഇട്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് change.org എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാനൊരു പെറ്റീഷൻ ഇട്ടത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 1/2 കോടി ജനങ്ങൾക്കെങ്കിലും ഇതൊരു ആവശ്യമാണെന്ന് തോന്നണം, അല്ലെങ്കിൽ ആരും നമ്മളെ പരിഗണിക്കില്ല. ഈ പെറ്റീഷൻ ഇപ്പോൾ 17 ലക്ഷം പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊരു 50 ലക്ഷമായി കഴിഞ്ഞാൽ, അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 3.5 കോടി ജനങ്ങളിൽ 3 അങ്ങോട്ട് മാറ്റിയിട്ട് 1/2 കോടിയെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് അതൊരു ജനകീയ വിഷയമായിട്ട് വരും. ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും, ലോക നേതാക്കൾ ശ്രദ്ധിക്കും. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരും. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും വരും. നമ്മുടെ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് MLA-മാരും MP-മാരും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പെറ്റീഷനാണ് ഞാൻ change.org എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ എന്നെ കേൾക്കുന്ന എല്ലാവരും അതിൽ ഒപ്പുവെക്കണം. ഈ ചാനലിൽ അതിൻ്റെ QR കോഡും ലിങ്കും ഇടുന്നതായിരിക്കും. എല്ലാവരും അതിൽ ഒപ്പിടണം. കാരണം ഇത് നമ്മുടെ ജീവൻ്റെ വിഷയമാണ്, നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിയാണ്, ഈ നാടിൻ്റെ സംരക്ഷണമാണ്, നമ്മുടെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ മലയാളത്തിൻ്റെ നിലനിൽപ്പിന് ഇത് വേണം. അപ്പോൾ എല്ലാവരും ഒപ്പിടണം. അതുപോലെ തന്നെ കഴിയുന്നവരെല്ലാം സ്വന്തം വീടിൻ്റെ മുമ്പിലോ ജംഗ്ഷനുകളിലോ ഒക്കെ കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസ്സൽ ജോയിയുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്ന ബോർഡ് സ്ഥാപിക്കണം. നമുക്ക് വലിയ ചിലവൊന്നുമില്ല, നമ്മുടെ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ, വലിയ ചിലവൊന്നുമില്ല. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ അത്തരം ഒരു ബോർഡ് സ്ഥാപിക്കണം, നാൽക്കവലകളിൽ സ്ഥാപിക്കണം. ഇതൊരു വിഷയമാകട്ടെ, ഇത് തരംഗമാകട്ടെ. ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ, അതായത് ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെയുള്ള പ്രമുഖ മാധ്യമങ്ങളുണ്ടല്ലോ, TV ചാനൽസും ദിനപത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ഒരക്ഷരം പറയാത്ത ആളുകൾ, അവർ ഇത് ചർച്ച ചെയ്യാൻ നിർബന്ധിതരാവും. ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ആ മഹാശക്തിക്ക് മുമ്പിൽ ഒരു അനീതിയുടെ ശക്തികൾക്കും നിലനിൽക്കാനാവില്ല. അപ്പോൾ ആ ഒരു ക്യാമ്പയിനും കൂടി ജനങ്ങൾ നടത്തണം. ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങുന്നതിന് മുമ്പ് വട്ടമിട്ട് പറക്കും. എത്ര കുഴികളാണ്, നിങ്ങളിനി വരുമ്പോൾ ശ്രദ്ധിച്ചോളുക, എത്ര കുഴികളാണ് ഈ ഇത്രയും ചുറ്റുവട്ടത്തുള്ളത്. അങ്ങനെ കേരളം മുഴുവൻ കുഴിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടോ? കല്ല് നമ്മുടെ പൊതുസ്വത്താ, ബ്ലാക്ക് ഗോൾഡ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നൊരു 5 രൂപയെങ്കിലും കേരള ഖജനാവിൽ വരുന്നുണ്ടോ? കുറേ ആളുകൾ, ചുരുക്കം ചില ആളുകളുടെ പോക്കറ്റിലേക്ക് ജനങ്ങളുടെ സമ്പത്ത് പോവാണ്. കോടികളാണ് ഇതിൽ നിന്ന് അവർ കേരളം തുറന്ന് കല്ല് എടുത്ത് കോടികളാണ് അവർ സമ്പാദിച്ചത്. ഇത് ചോദ്യം ചെയ്യാൻ ഒരാളും ഇല്ല. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. കരിമണൽ മതിയല്ലോ കേരളം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രവിശ്യയാവാൻ. ഖജനാവിലേക്ക് വരണം, ആളുകളുടെ പോക്കറ്റിലേക്കല്ല. 1 കിലോ കരിമണൽ എടുത്താൽ പിറ്റേ ദിവസം ഒരു കിലോ കരിമണൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. പ്രകൃതിക്ക് ഹാനി വരാത്ത രീതിയിൽ കരിമണൽ ഖനനം ചെയ്താൽ മാത്രം മതി കേരളം അതീവ സമ്പന്നമായ പ്രവിശ്യയാവാൻ. കേരളത്തിലെ യുവാക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് വിദേശങ്ങളിൽ പോകണ്ട, വയസ്സായ മാതാപിതാക്കൾ വൃദ്ധമന്ദിരങ്ങളിൽ പോകണ്ട, മക്കളും മാതാപിതാക്കളും സഹോദരന്മാരും ഒക്കെ ഇവിടെ ഉണ്ടാവും. നമുക്ക് ദാസ്യവേല ചെയ്യാൻ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെ ഇങ്ങോട്ട് വരും. ഒരു കാലത്ത് വന്നിരുന്നു. അതുപോലെ സംഭവിക്കും. നമ്മുടെ റിസോഴ്സസ് മതി. അട്ടപ്പാടിയിൽ സ്വർണ്ണമില്ലേ? അട്ടപ്പാടി തൊട്ട് കർണാടകയിലെ കോലാർ ഗനി വരെ സ്വർണ്ണമുണ്ട്. ആരാ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചോ? ആരെടുക്കാൻ പോകണം? ഇതിൻ്റെ ഒരു തരി സ്വർണം പോലും നമ്മുടെ ഖജനാവിലേക്ക് വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, രാജഭരണകാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ രാജാക്കന്മാർ മുഴുവനും ദരിദ്രരായിരുന്നു.
അതീവ സമ്പന്നമായിരുന്നു കേരളം എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വലിയ നിധി. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ അത്രയും വലിയൊരു നിധി? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ റിസോഴ്സസ്, കേരളത്തിൻ്റെ പ്രകൃതി. ഇവിടെ ടൂറിസം മാത്രം മതിയല്ലോ. ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടാൽ ഈ നാട്ടിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹമായിരിക്കും. അവർക്ക് ഒരു സൗകര്യവും വേണ്ട. നിങ്ങൾ വലിയ വലിയ രമ്യഹർമ്മ്യങ്ങൾ പണിയണ്ട. അത്യാവശ്യം ചെറിയ കുറച്ച് കോട്ടേജസുകൾ മതി. റോഡ് പോലും വേണ്ട, അവർ നടന്നോളും. ഞാൻ ഹിമാലയ പർവ്വത ശിഖരങ്ങളിൽ പോയപ്പോൾ എത്ര ടൂറിസ്റ്റുകളാണ് അവിടെ ട്രക്കിംഗ് നടത്തുന്നത്. അവർക്ക് റോഡ് ആവശ്യമില്ല, വലിയ ഇതൊന്നും വേണ്ട. അവരാ പ്രകൃതിയെ നുകരാണ്. പ്രകൃതി എങ്ങനെയാണോ അതിലൂടെ നടക്കാനാണ് അവർക്കിഷ്ടം. വലിയ വലിയ സന്നാഹങ്ങൾ വേണ്ട അവർക്ക്. കോണ്ടിനെൻ്റൽ ഫുഡ് വേണ്ട, ചൈനീസ് ഫുഡ് വേണ്ട. ആ നാട്ടിലെ ഫുഡ് എന്താണോ അതാണ് വേണ്ടത്. വികലമായ ഒരു ടൂറിസ്റ്റ് സംസ്കാരമാണ് കേരളത്തിലുള്ളത്. മാറണം. സമൂലമായ മാറ്റം കേരളത്തിൽ വരണം.